ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മാമൻ കട തുറന്ന കാര്യം ദേവി എങ്ങനെയോ അറിയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് കട തുറന്നതെന്നൊന്നും ദേവിക്ക് അറിയില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയ ദേവി മീനുവിന് ഫോൺ വിളിക്കുകയാണ്. മീനു ആ സമയത്ത് ഗോമതിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ മാമൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. ദേ മീനു, നീ മാമനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു വേണ്ട. ധർമ്മൻ ചെയ്തത് തെറ്റ് തന്നെയാ എന്നൊക്കെ പറഞ്ഞു ഗോമതി ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കോൾ വരുമ്പോ മീനാക്ഷി പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ദേവിയെടുത്ത് സംസാരിക്കുകയാണ്. ദേവി പറയണ്ട്, നമ്മുടെയൊക്കെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ധർമ്മമാമൻ ഒരു ഒറ്റക്കൊരു കടയിട്ട് അവിടെ നിൽക്കണോന്ന്. എന്തായാലും ധർമ്മമാമൻ കടയിട്ടല്ലോ. കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി മീനു എന്നൊക്കെ പറയുമ്പോഴേക്കും മീനു പറയണ്ട്, ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. പ്രശ്നമോ എന്തിന്? ഇത് സന്തോഷിക്കേണ്ടതല്ലേ? ധർമ്മമാമന് ഒരു കട വേണമെന്ന് അമ്മയുടെയും ബാലച്ചന്റെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ? അതെ, ധർമ്മമാമൻ കട തുടങ്ങിയതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കട തുടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് പ്രശ്നം. സ്ഥലത്തിന് എന്താ മീനു പ്രശ്നം? അത് കട തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് കേൾക്കുന്ന ദേവി ആകെ ഷോക്കായി പോവാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേവി മീനുയോട് ചോദിക്കേണ്ടത്, മീനു നീ എന്തൊക്കെയാ മോളെ പറയണത്? നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ സ്ഥലവോ? അതെ, അവിടെ തന്നെയാണ് ധർമ്മമാമൻ കട തുടങ്ങിയിരിക്കുന്നത്. ആ കട എന്ന് പറഞ്ഞാൽ ഒരു 1.5 കടയാണ്. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട് ആ കടക്ക്. അതറിഞ്ഞേ പിന്നെ നമ്മുടെ അച്ഛനും അമ്മക്കും ഒരു സമാധാനമില്ല. ധർമ്മമാമൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ ചെയ്തു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ആകെ വിഷമത്തിലാണ്. അച്ഛനും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ദേവി പറയണ്ടേ, ധർമ്മമാമൻ ഒരിക്കലും ചതിക്കില്ല മീനു. ഇത് വേറെന്തോ ചതി സംഭവിച്ചതാണ്. മിക്കവാറും ആ അച്യുതൻ വർമ്മയുടെ ബുദ്ധിയായിരിക്കും ഇതെല്ലാം. മീനു പറയണ്ട്, ദേവിയടുത്തേക്ക് പോലും അത് മനസ്സിലായി, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അച്ഛനും അമ്മയും അത് മനസ്സിലാക്കുന്നില്ല. ധർമ്മൻ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഈ ചതി ചെയ്തതെന്നൊക്കെ അമ്മ പറയണത്. ധർമ്മമാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ശരിയാ. ധർമ്മമാമൻ ആകെ വിഷമത്തിലാ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കണത്. ഞാൻ നോക്കട്ടെ ആ കട ആരുടെ പേരിൽ എടുത്തേക്കണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ പറയാം ദേവിയെടുത്ത്. ഇപ്പൊ ഫോം വെച്ചു, അമ്മ അകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് മീനു ഫോം വെക്കാണ്. അത് കേൾക്കുമ്പോൾ ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നിട്ടോ. ഈശ്വര, എന്തൊരു അവസ്ഥയായത്. ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം വരുന്നുണ്ടല്ലോ ആ വീട്ടില് എന്നാലോചിച്ച് നമ്മുടെ ദേവിക്കും ആകെ വിഷമമായി പോവാട്ടോ. മീനിനോട് ഗോമതി ചോദിക്കണ്ടേ, ആരാ മീനു വിളിച്ചത്? സത്യം പറ. ഓഫീസിൽ നിന്നാണമ്മേ. ഞാൻ ഇത്ര നേരം ഓഫീസിൽ എത്തിയില്ലല്ലോ, അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നാലും ധർമ്മൻ നമ്മളെയൊക്കെ ചതിച്ചല്ലോ മീനു. അമ്മ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ധർമ്മമാമൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കില്ല. ചതിക്കാൻ ധർമ്മമാമന് പറ്റത്തുമില്ല. ഇത് വേറെന്തോ ചതി നടന്നിട്ടുണ്ട്. ധർമ്മമാമൻ ആകെ വിഷമിച്ചിട്ടാ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കണത്. ധർമ്മമാമന്റെ അടുത്ത് അച്ഛനും അമ്മയും അത്രയും അങ്ങോട്ട് പറയേണ്ടിയിരുന്നില്ല എന്ന് മീനു പറയാണ്. പറഞ്ഞത് കുറഞ്ഞു പോയി എന്നാണ് ഗോമതി പറയുന്നത്. ധർമ്മനാണെങ്കിൽ രണ്ടും ഇനി കച്ചവടം പൊടി പൊടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ധർമ്മനും അതുപോലെ തന്നെ ബാലനും കൂടി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് ഗോമതി സ്റ്റോഴ്സ് ഒരിക്കലും ആർക്കും നശിപ്പിക്കാനാവില്ലെന്നും അവിടുത്തെ കച്ചവടം കുറയില്ലെന്ന് ബാലൻ ആണയടിച്ച് പറയുമ്പോഴേക്കും ധർമ്മം പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് അപ്പോഴും എന്നെ സംശയമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഒന്നും നോക്കുന്നില്ല. ഗോമതി സ്റ്റോഴ്സിനെക്കാളും ഒരു മാസം ഈ വരുന്ന മാസം ഇന്ദിര സ്റ്റോഴ്സ് കച്ചവടം മുന്നോട്ട് നീങ്ങിയിരിക്കും. അടിപൊളിയായിട്ട്, അതായത് ഗോമതി സ്റ്റോഴ്സിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇന്ത്യ സ്റ്റോഴ്സ് കച്ചവടത്തിൽ മുന്നിൽ നിൽക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ ധർമ്മൻ അവിടുന്ന് പോയത്. ശേഷം കടയിൽ പോയിട്ട് ധർമ്മൻ ഇന്ദിര സ്റ്റോഴ്സിൽ പോയിട്ട് നമ്മുടെ സുഗന്യനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ തന്നെ ഇവിടെ കച്ചവടം ചെയ്തോളാം, ആളുകൾക്കൊക്കെ ഞാൻ തന്നെ സാധനങ്ങൾ എടുത്തു കൊടുത്തോളാം. അല്ല, സെയിൽസ്മാനെയോ സെയിൽസ് ഗേളിനെ വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ ധർമ്മേട്ടാ എന്ന് സുഗന്യ ചോദിക്കുമ്പോ, എന്തിനാ? നീ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, നീ ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ ഞാനും ഉണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കും കച്ചവടം നോക്കാം. എന്തായാലും ശരി, രാവിലെ 9 മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ രാത്രി 10:30 ആവാതെ കട അടയ്ക്കരുത്. ഇത്ര നേരമൊക്കെ എങ്ങനെയാ ധർമ്മമായിട്ട് ഇവിടെ നിൽക്കുക? 10-14 മണിക്കൂറോ? എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇവിടെ അപ്പൊ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഉറങ്ങാനോ എന്ന് പറയാണ്. അപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടേ? നോക്ക്, നമുക്ക് ഈ മാസം ചിങ്ങമാസമാണ് വരുന്നത്. ഈ മാസം നമുക്ക് എന്തായാലും കച്ചവടം പൊടിക്കണം. അല്ല, കുറച്ചു നേരം വരെ ധർമ്മേട്ടൻ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഗോമതി സ്റ്റോഴ്സിനെ ചതിച്ച പോലെയായി, ഇത് ഞാൻ കൂട്ടു നിൽക്കില്ല, ഇന്ദിര സ്റ്റോഴ്സ് വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ ധർമ്മേട്ടൻ പെട്ടെന്ന് എന്താ തീരുമാനം മാറ്റിയത് എന്ന് ചോദിക്കുമ്പോ, തീരുമാനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെ മാറുന്നുണ്ടല്ലോ. എന്തായാലും ശരി, ഈ മാസം നമ്മുടെ കടയിൽ കച്ചവടം പൊടിക്കണം. ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പരിസരത്തെ ഏതൊരു കടയിനേക്കാളും കച്ചവടം ഇന്ദിര സ്റ്റോഴ്സിന് ഉണ്ടാവണം. അതൊക്കെ അത്രയുള്ളൂ ധർമ്മേട്ട. എന്നാൽ ധർമ്മേട്ട മനസ്സ് മാറ്റിയല്ലോ, സന്തോഷമായി എന്ന് നമ്മുടെ സുകന്യ പറയുന്നുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ധർമ്മനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുമല്ലോ. അതായത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ കടയിൽ നിന്നൊരാളാണ് ഈ
ധർമ്മൻ. അപ്പൊ ബാലന്റെ കടയിൽ നിന്ന് ആ ഒരു നല്ലൊരു സ്വഭാവം ധർമ്മൻ ഉള്ളത് കൊണ്ടും ധർമ്മൻ കച്ചവടം നടത്തുമ്പോ അതിൽ ചതിയൊന്നും കാണിക്കില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് ആളുകളൊക്കെ കൂടുതലും ഇന്ദിരാ സ്റ്റോഴ്സിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയും ഏറെക്കുറെ ലാഭത്തിലൊക്കെ തന്നെയാണ് സാധനങ്ങളൊക്കെ നമ്മുടെ ധർമ്മം കൊടുക്കുന്നത്. ഒരുപാട് ലാഭം ഒന്നും എടുക്കുന്നില്ല. നല്ല കസ്റ്റമേഴ്സിന് ലാഭം കിട്ടുന്ന രീതിയിൽ കച്ചവടം കുറച്ച് കുറഞ്ഞാലും നല്ല രീതിയിൽ തന്നെയാണ് കച്ചവടം നടത്തുന്ന ധർമ്മൻ. കാരണം ബാലനേക്കാളും കച്ചവടം നടത്താൻ ധർമ്മൻ അറിയാം. അതുകൊണ്ട് ബാലന്റെ വെല്ലുവിളി വെറുതെ ആയി പോവാട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ ഗോമതി സ്റ്റോഴ്സ് അങ്ങനെ താഴേക്ക് പോവാണ്. ഇന്ദിരാ സ്റ്റോഴ്സ് മുകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ബാലൻ നോക്കുമ്പോഴേക്കും ആ കടയിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാര് ആ കടയുടെ മുന്നിൽ കൂടിയാണ് പോയിട്ട് ഇന്ദിരാ സ്റ്റോഴ്സിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ബാലനെ ആകെ വിഷമിക്കുമ്പോ ആനന്ദ് പറയണ്ട, അച്ഛാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്ത് ചെയ്യാൻ പറ്റും മോനെ, നമുക്ക് കച്ചവടമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ പോയാൽ നമ്മുടെ വീട് മര്യാദക്ക് പോകുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പണ്ട് എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാകും എന്ന് പറയാണ്. രാത്രി വീട്ടിലെത്തിയ ആനന്ദ് ഈ കാര്യം ആര്യനോടും ആകാശിനോടും പറയുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, നമ്മുടെ കച്ചവടം ഇങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ എല്ലാ മക്കളും പണിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോമതി സ്റ്റോഴ്സിലെ വരുമാനം തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ധർമ്മമാമൻ കച്ചവടം നടത്തുകയോ അവിടെ ലാഭം ഉണ്ടാവുകയോ നഷ്ടം ഉണ്ടാവുകയോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ധർമ്മമാമനോടെ കച്ചവടം നടത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കച്ചവടം നടത്തും, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മുടെ കച്ചവടം പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാ സ്റ്റോഴ്സിലെ ഹോം ഡെലിവറി ഉണ്ട്, അതുപോലത്തെ എന്തൊരു സംഭവം നമുക്ക് വെച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം ആനന്ദേട്ട, കുറച്ചു നാളെ ഞാനിപ്പോ എന്തായാലും ഡെലിവറിക്കൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ വരുന്ന ഹോം ഡെലിവറിയൊക്കെ ഞാനും ആനന്ദേട്ടനും കൂടി പോയിട്ട് ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഐഡിയ എങ്ങനെയുണ്ട്, അത് കൊള്ളാം എന്ന് ആകാശം പറയണം. പറ്റുമ്പോഴൊക്കെ ഞാനും സഹായിക്കാം എന്ന് പറയണ്ട. അങ്ങനെ അവരും ഹോം ഡെലിവറി തുടങ്ങാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഗോമതി സ്റ്റോഴ്സിനെക്കാളും കച്ചവടം വരുന്നത് ഇന്ദിരാ സ്റ്റോഴ്സിനെ തന്നെയാട്ടോ. കാരണം ധർമ്മനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അവിടെ പോകുന്നതും, പിന്നെ അവിടെ കുറച്ച് അധികം സാധനങ്ങൾ ഉള്ളത് കൊണ്ടും അവിടെ തന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നത്. ബാലനാണെങ്കിൽ ദിവസം പോകുന്ന ഡിപ്രഷനിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ ദേവി അറിയുന്നുണ്ട്. ദേവി ധർമ്മനെ കാണാൻ വേണ്ടി തന്നെ ഇന്ദിരാ സ്റ്റോഴ്സിലേക്ക് പോവാണ്. ദേവി ധർമ്മനോട് പറഞ്ഞിട്ട്, എന്റെ അച്ഛൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം കുറിച്ചത്, അതുകൊണ്ട് പ്ലീസ് ധർമ്മമാമ ഇത് വേണ്ട, നിങ്ങൾ തമ്മിൽ വാശിയും വൈരാഗ്യവും ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ഇതിനൊരു വാശിയും വൈരാഗ്യവും ഇല്ല, ഞാൻ മര്യാദക്ക് കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയപ്പോ അവരാണ് ഒന്നും മനസ്സിലാക്കാത്തത്, അതിന് ഞാൻ എന്ത് ദേവി, ഇതെന്റെ ചേട്ടന്മാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി എനിക്ക് വേണ്ടി പണിയിച്ച ഒരു കച്ചവടമാണ്. അപ്പൊ ഇതെന്തായാലും അവരെ ചതിക്കാൻ വേണ്ടി എനിക്ക് ആവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും വന്നിടത്ത് വെച്ച് കാണാതെ ഞാനും വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാണ് നമ്മുടെ ധർമ്മൻ. ദേവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നു. ദേവി കാല് പിടിച്ചു പറഞ്ഞു, വേണ്ട ധർമ്മമാമ, ഇവിടെ ധർമ്മമാമ വേറെ എന്തെങ്കിലും കച്ചവടം നടത്തിക്കോ, ഈ പലചരക്ക് കട മാത്രമല്ല എന്തോരം കച്ചവടം നടത്താം, തുണിക്കട നടത്താം, അത് നടത്താം, അതെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധർമ്മ, ഇല്ല ദേവി ഇതിന് നീ ഇടപെടണ്ടെന്ന് ഉറപ്പിച്ചു പറയാണ്. ഈ ധർമ്മന്റെ കച്ചവടം ശരിക്കും പറയാൻ ഇവിടെ സാധനങ്ങളൊക്കെ ധർമ്മൻ ഒന്നും അറിയത്തില്ല. സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് അച്യുതനും അനന്തനും കൂടി ചേർന്നിട്ടുണ്ട്. പക്ഷെ അച്യുതൻ അതിൽ കുറച്ച് കള്ളത്തരം കാണിക്കണ്ടേ, സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കുമ്പോഴും അതിന്റെ എക്സ്പയർ ഡേറ്റ് ആവാനായ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ആ കട പൂട്ടിക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.